തിരുവനന്തപുരം ഈ തിരുക്കൊച്ചിയുടെ തലസ്ഥാനമായപ്പോഴും പിന്നീട് കേരളത്തിൻ്റെ തലസ്ഥാനമായപ്പോഴും പുറത്തു നിന്നുള്ള ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ താമസത്തിനായി തിരുവനന്തപുരം തിരഞ്ഞെടുത്തു. അങ്ങനെ തിരുവനന്തപുരം തിരഞ്ഞെടുത്തവർക്ക് തിരുവനന്തപുരത്തിനോട് ചില കാലുഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെ കാലുഷ്യം ഉള്ളപ്പോഴും ഈ തിരുവനന്തപുരം നഗരത്തെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ റോഡുകളെ അവർ പോലും ഇഷ്ടപ്പെട്ടിരുന്നു. ഈ തിരുവനന്തപുരം റോഡ് എന്ന് പറഞ്ഞാൽ രാജവീഥികൾ ആണ് എന്നതായിരുന്നു അവരുടെ അഭിപ്രായം. നേരത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർക്ക് ഇത് തിരുവനന്തപുരം അവരുടെ പ്രിയപ്പെട്ട നഗരമാണ്. ഈ രാജവീഥി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് കവടിയാർ മുതൽ മ്യൂസിയത്തിലെ രാമരായർ വിളക്ക് വരെയുള്ള റോഡ്, അതാണ് തിരുവനന്തപുരത്തെ പ്രധാന രാജവീഥി. അത് പിന്നെ പാളയത്ത് എത്തി യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് അത് കിഴക്കേക്കോട്ട വരെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ രാജവീഥിയുടെ പ്രധാന പ്രത്യേകത ഇരുവശങ്ങളിലും ഫുട്പാത്തുകളുണ്ട്. എന്ന് മാത്രമല്ല പ്രത്യേക തരത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. അതിനും പുറമേ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ അകത്തേക്ക് ചില കർവുകൾ, വളവുകൾ ഉണ്ട്, വളയങ്ങൾ ഉണ്ട്. അതിനെല്ലാം പുറമേ ഇരുവശങ്ങളിലായിട്ട് നല്ല റെയിൻ ഓഫ് ദി ഫോറസ്റ്റ് അല്ലെങ്കിൽ വാഗ എന്ന് പറയുന്ന, കാട്ടുവാഗ എന്ന് പറയുന്ന മരങ്ങളും, ആ മരങ്ങളിൽ ചില വാഗകൾക്ക് മഞ്ഞ പൂക്കളായിരിക്കും, ഇനിയും ചില വാഗകൾക്ക് ചുവന്ന പൂക്കളായിരിക്കും. ഈ പൂക്കാലമാകുമ്പോൾ വാഗകൾ അങ്ങനെ പൂത്ത് ഉലഞ്ഞ് നിൽക്കും. ഈ രാജവീഥിയിൽ കൂടി ഡബിൾ ഡെക്കറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ കൗതുകമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കാൻ ഭാഗ്യം കിട്ടിയവർ ഓർക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഓർക്കാത്ത ഒരാളുണ്ട്. ആരാണ് ഈ റോഡിൻ്റെ ശില്പി? അല്ലെങ്കിൽ ഈ റോഡിനൊരു ശില്പി ഉണ്ടോ? ഉണ്ട്. ഈ റോഡിൻ്റെ ശില്പി, ഇതിൻ്റെ പ്ലാന് വാസ്തവത്തിൽ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടേതും കൂടിയാണ്. അദ്ദേഹം ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം പ്രജകളോട് ഇടപഴകേണ്ടത്, ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറേണ്ടത്, റെസിഡൻറ്റിനോട് സംസാരിക്കേണ്ടത് എന്നെല്ലാം പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം മൈസൂറിലേക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പോയി. അങ്ങനെ മൈസൂരിൽ കുറച്ച് കഴിഞ്ഞ് ഒരു കൗമാരപ്രായത്തിൽ കുറച്ച് നാൾ മൈസൂരിൽ അദ്ദേഹം താമസിച്ചു, മൈസൂർ രാജകുടുംബത്തിൻ്റെ അതിഥി ആയിട്ട്. അങ്ങനെ താമസിച്ചിട്ടാണ് അദ്ദേഹം ഒരു രാജാവിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ പരിമിതികളും സാധ്യതകളും മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം കുംബ്രികൾ എന്ന ബൊട്ടാണിസ്റ്റിനെ, ഗാർഡൻ ഡിസൈനറെ പറ്റി കേൾക്കുന്നത്, കാണുന്നത്, പരിചയപ്പെടുന്നത്. ബാംഗ്ലൂരിലെ ലാൽബാഗ് ഗാർഡൻ ഇന്നത്തെ നിലയിൽ നവീകരിച്ചത് കുംബ്രികൾ എന്ന ഈ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്, സസ്യശാസ്ത്രജ്ഞനാണ്. ഈ സസ്യശാസ്ത്രജ്ഞൻ അദ്ദേഹം രാജപ്രമുഖനായതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു. അദ്ദേഹവുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഈ മെയിൻ റോഡ് എന്ന് അന്ന് പറഞ്ഞിരുന്ന കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള റോഡ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൂടാതെ കവടിയാർ കൊട്ടാരത്തിലേക്ക്, അത് ചെറിയൊരു കെട്ടിടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന സുന്ദരവിലാസം പാലസ് എന്ന് പറയുന്ന കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. സുന്ദരവിലാസത്തിൽ നിന്ന് അദ്ദേഹവും കുടുംബവും കവടിയാർ കൊട്ടാരത്തിലേക്ക് മാറുന്നു. ഒരു 3-4 വർഷം കൊണ്ടാണ് ആ കൊട്ടാരം പൂർത്തിയാവുന്നത്. ആ കൊട്ടാരത്തിൻ്റെ ഗാർഡൻ, പൂന്തോട്ടം, അതും ഡിസൈൻ ചെയ്തത് കുംബ്രികൾ ആണ്. നിരവധി ജലധാരായന്ത്രങ്ങളും അതുപോലെ തട്ടായിട്ടുള്ള പൂന്തോട്ടങ്ങളും എല്ലാം ചേർന്നതായിരുന്നു കവടിയാർ
കൊട്ടാരത്തിലെ പൂന്തോട്ടം, അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ ഒരു കവടിയാർ സ്ക്വയർ ഉണ്ടായിരുന്നു. ആ കവടിയാർ സ്ക്വയറിലെ പൂന്തോട്ടവും ആ കവടിയാർ കൊട്ടാരത്തിലെ ഗാർഡനർമാർ, പൂന്തോട്ടക്കാർ തന്നെയാണ് അതും പരിപാലിച്ചിരുന്നത്. ആ പൂന്തോട്ടത്തിലെ വെള്ളം പമ്പ് ചെയ്ത് നനയ്ക്കാനായിട്ട് 3 കുളങ്ങളുണ്ടായിരുന്നു. ആ 3 കുളങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായിട്ടുള്ള ഈ അവന്യൂ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വെച്ചിരുന്നത് വാഗ. അത് ബാംഗ്ലൂരിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ചെടി എന്ന് പറയുന്നത് കാനവാഴയായിരുന്നു. തിരുവനന്തപുരത്ത് അന്ന് വലിയ കൗതുകമായിരുന്നു ഈ കാനവാഴ. അത് എന്നും അത് പൂക്കളുണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളുമുണ്ട്, ചുവന്ന നിറത്തിലുള്ള പൂക്കളുമുണ്ട്. കവടിയാറിലെ കാനവാഴയെ പറ്റി അന്ന് കൃഷ്ണവാര്യർ എന്ന് പറയുന്ന NV കൃഷ്ണവാര്യരല്ല, മറ്റൊരു കൃഷ്ണവാര്യർ, യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ കൃഷ്ണവാര്യർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതൊരു സ്തുതിപാഠക കവിത എന്ന് കണക്കാക്കിയാൽ മതി. ഏതായാലും അങ്ങനെയുള്ളൊരു പൂന്തോട്ടവും എല്ലാം ത്തിന് രൂപകൽപ്പന നൽകിയ കുംബ്രികളിന് തൻ്റെ സ്വപ്നം, അതായത് തിരുവനന്തപുരത്തെ ഒരു മിനി ബാംഗ്ലൂർ ആക്കാനുള്ള സ്വപ്നം നിർഭാഗ്യവശാൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം 2ാം ലോകമഹായുദ്ധമാണ്. ഈ 2ാം ലോകമഹായുദ്ധം വന്നതോടുകൂടി എല്ലാ ജർമ്മൻകാരെയും അതുപോലെ സഖ്യകക്ഷികളിൽപ്പെട്ട ഇറ്റാലിയൻ വംശജരെയും എല്ലാം സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ കുംബ്രികളുടെ പേരിൽ ഒരു കേസുണ്ടാക്കി. ആ കേസ് ചെടികളുടെ വിത്തുകൾ, ഔഷധ സസ്യങ്ങളുടെ തൈകൾ എല്ലാം രഹസ്യമായി ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. ഈ ഒരു ചാർജിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇടാനായിട്ട് തീരുമാനിച്ചു. ജയിലിലിടുന്നത് തിരുവനന്തപുരത്ത് വെച്ചല്ല, മൈസൂറിൽ വെച്ചാണ്. പക്ഷേ അദ്ദേഹം അതോടുകൂടി ആ തിരുവനന്തപുരം പ്രോജക്റ്റും അതുപോലെ മൈസൂർ പാലസിലെ പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ആ പ്രോജക്റ്റ് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റ് തുടർ നടപടികളും ഒക്കെ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. സ്വപ്നങ്ങൾ പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഡ്രീം പ്ലാനായിരുന്നു വെള്ളയമ്പലം മുതൽ വഴുതക്കാട് വരെ പോയി തൈക്കാട് വഴി കിഴക്കേക്കോട്ടയിൽ എത്തുക. ആ പ്രോജക്റ്റ് ഇന്ന് മറ്റൊരു പ്രകാരത്തിൽ സമീപകാലത്ത് അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനൊരു മുഖം മാറ്റം അല്ലെങ്കിൽ ചെറിയ മേക്കപ്പ് പരിഷ്കാരം നടന്നിട്ടുണ്ട്. എങ്കിലും കുംബ്രികൾ വിഭാവനം ചെയ്ത തരത്തിലായില്ല. ഏതായാലും തിരുവനന്തപുരത്തെ ഈ രാജകീയ വീതിയിൽ കൂടി ഈ ഓണക്കാലത്ത് സഞ്ചരിക്കുന്നവർ കുംബ്രികളിനെ മറക്കരുത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.